മാവോയിസ്റ്റുകളെ തുടച്ചു നീക്കുന്നതിനായി പൊതുസുരക്ഷാ ബിൽ പാസാക്കി മഹാരാഷ്ട്ര. മാവോയിസ്റ്റ് സ്വാധീനമുള്ള സ്ഥലങ്ങളിൽ പ്രവർത്തിച്ച് മാവോയിസ്റ്റ് സംഘത്തെ പിടികൂടുകയും വേണ്ട നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുന്നതാണ് സുരക്ഷാ ബില്ലിന്റെ ലക്ഷ്യം. സംസ്ഥാനത്ത് നിന്ന് മാവോയിസം പൂർണ്ണമായി തുടച്ചു നീക്കുമെന്ന് ബിൽ അവതരിപ്പിച്ച് മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് വ്യക്തമാക്കി. മാവോയിസ്റ്റ് പ്രവർത്തനങ്ങൾ സംസ്ഥാനത്ത് നിന്നും പൂർണ്ണമായും തുടച്ചു നീക്കണമെന്ന ഉദ്ദേശ ലക്ഷ്യത്തോടെയാണ് മഹാരാഷ്ട്രയിൽ പൊതുസുരക്ഷാ ബിൽ പാസാക്കിയത്. ആക്രമണങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതോ സർക്കാർ സംവിധാനങ്ങൾ തകർക്കാൻ ശ്രമിക്കുന്നതോ ചെയ്യുന്ന വ്യക്തികൾക്കും സംഘടനകൾക്കുമെതിരെ കർശനമായ നടപടിയാണ് ബില്ലിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. നിലവിലെ നിയമങ്ങൾക്കപ്പുറം ഭീകരവാദ പ്രവർത്തനങ്ങൾ തടയുക എന്ന പ്രധാന ലക്ഷ്യവും പുതിയ നിയമത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. സിറ്റിംഗ് ഹൈക്കോടതി ജഡ്ജിയോ വിരമിച്ച ഹൈക്കോടതി ജഡ്ജിയോ ജില്ലാ മജിസ്ട്രേറ്റോ പബ്ലിക് പ്രോസിക്യൂട്ടറോ ഉൾപ്പെടുന്ന 3 അംഗ അതോറിറ്റിയായിരിക്കും പുതിയ നിയമത്തിൽ വ്യവസ്ഥ ചെയ്തിട്ടുള്ളത് പ്രകാരം കേസിന്റെ മേൽനോട്ടം വഹിക്കുക. മഹാരാഷ്ട്രയിലെ വിവിധ ഗ്രാമപ്രദേശങ്ങളിൽ മാവോയിസ്റ്റ് സാന്നിധ്യം കണ്ടെത്തിയിട്ടുണ്ട്. സംസ്ഥാനത്ത് നിന്നും മാവോയിസ്റ്റ് പ്രവർത്തനങ്ങൾ പൂർണ്ണമായും തുടച്ചു നീക്കാൻ പുതിയ നിയമത്തിലൂടെ സാധിക്കുമെന്നും ബില്ല് അവതരിപ്പിക്കവേ മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് വ്യക്തമാക്കി. हा देशव्यापी कायदा का झाला नाही? कारण माओवादी जी चळवळ आहे ही 8 राज्यात आहे. त्या 8 राज्यातल्या 5च राज्यात ती उरलेली आहे. त्यातल्या 4 राज्यांनी कायदा केलेला आहे, एक आपण उरलेलो. മഹാരാഷ്ട്രയിലെ 4 ജില്ലകളിലാകെ പടർന്ന മാവോയിസ്റ്റ് പ്രവർത്തനങ്ങൾ ഇന്ന് ഒരു താലൂക്കിൽ മാത്രമായി ഒതുങ്ങി. പുതിയ നിയമം പ്രാബല്യത്തിലാകുന്നതോടെ സംസ്ഥാനത്തെ കമ്മ്യൂണിസ്റ്റ് ഭീകരതയ്ക്ക് അറുതി വരുത്താൻ സാധിക്കുമെന്നാണ് വിലയിരുത്തൽ. ജനം, ഡൽഹി.